ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് നല്ലൊരു പുഡിങ്ങിന് വേണ്ടിയാണ്. ഇപ്പോഴത്തെ ചൂട് സമയത്ത് എല്ലാവരുടെ വീടുകളിലും വാങ്ങി വെച്ചിരിക്കുന്ന ഒരു ടാങ്ക് കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ്. അതിലേക്ക് വേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം, നോർമൽ വാട്ടറാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇനിയും നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺഫ്ലവർ ആണ്. ഞാനൊരു 3 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിറച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് 3 സ്പൂണ് ടാങ്കിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ട വെള്ളത്തിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ഈ പൊടിയിലോട്ട് ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കട്ടയില്ലാതെ ഇരിക്കണം. ഇതിനങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. നല്ല ടേബിൾ സ്പൂണാണ്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത്. ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കട്ടയില്ലാതെ നമുക്കിതിനെ കലക്കിയെടുക്കണം. ഇതിനെ ഇനി സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഇതിനെ ഇനി ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. നല്ലതുപോലെ അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇതില്ലെങ്കിൽ കോൺഫ്ലവറാണ് അടി പിടിക്കും. ഇത്രയും വരെ നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നു. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിനെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് വെച്ചിരുന്ന വെള്ളത്തിന് നമുക്ക് സ്റ്റൗവിൽ കത്തിച്ച് വെച്ചിട്ട് ടാങ്ക് പൊടി കലക്കി വെച്ചിരുന്നതിനെ ഇതിൽ കൂടി ഒഴിച്ചു കൊടുത്ത് അതും ഇതുപോലെ ഒന്ന് നമ്മൾ കുറുക്കിയെടുക്കണം. ഇത്രയും പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിനെ വീണ്ടും ഓഫ് ചെയ്ത് വയ്ക്കാം. വെച്ചതിന് ശേഷം നേരത്തെ ഒരു ബൗളിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവി വെച്ചതിന് ശേഷം നമുക്ക് അതിനെ ചൂടോടെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് സ്റ്റീൽ പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ് പാത്രം ഇല്ലാത്തവർക്കാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലും ചെയ്യാമല്ല. അതുകൊണ്ടാണ് ഇതിലേക്ക് ടാങ്കിൻ്റെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കോൺഫ്ലവറിൻ്റെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ടാങ്കിൻ്റെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കോൺഫ്ലവറിൻ്റെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിനെ ലെയറായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇതിനെ ഒന്ന് തണുപ്പിക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാം. വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം ഉള്ളതാണ്. ഇത് നമുക്ക് കമത്തി തട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് എടുക്കാം. എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലൊരു പുഡിങ്ങാണ്. വീഡിയോ കാണുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് നല്ല ലെയറായിട്ട് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.